Record ചെയ്യുന്നതിന്റെ start ചെയ്തോട്ടെ. Okay. Now we are looking at AS28 impairment loss. Loss in value of any asset is what we call as a impairment loss. So impairment loss കാണാനായിട്ട് we talked about the various calculations. Of that, the first one is the equation for impairment loss. Carrying value of the asset minus recoverable value. Carrying value കൂടുതലാണെങ്കിൽ, that is greater than recoverable value, there is no question of carrying value. If it is less than recoverable value, there is no question of impairment loss. നമ്മൾ കാണിച്ചിരിക്കുന്നത് കുറവും recoverable value കൂടുതലുമാണെങ്കിൽ we don't have an impairment loss. Problem arises when carrying value is more. നമ്മൾ റെക്കോർഡിൽ കാണിച്ചിരിക്കുന്ന വില കൂടുതലും യഥാർത്ഥത്തിലുള്ള വില കുറവും ആയിട്ട് വരുമ്പോൾ ദാറ്റ് ഇസ് എ പ്രോബ്ലം. അപ്പോൾ അത് ബേസിക് വയലേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അത് അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രൂ വാല്യൂയിലേക്ക് കൊണ്ടുവരണം. ട്രൂ വാല്യൂയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എത്രയാണ് ഇമ്പയർമെന്റ് ലോസ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ആ ലോസ് അത്രയും കുറയ്ക്കണം. അപ്പോൾ ഇമ്പയർമെന്റ് ലോസ് കാണാനായിട്ട് ദ ഇക്വേഷൻ ഇസ് ക്യാരിങ് വാല്യൂ ഓഫ് ദ അസറ്റ് മൈനസ് യുവർ റിക്കവറബിൾ വാല്യൂ. Recoverable value, there could be two scenarios or two calculations for that. One is calculation of value in use, and the second one is net selling price. Value in use എന്ന് പറയുമ്പോഴേ ഓർക്കുക, it talks the present value of future cash flows. ഭാവിയിൽ അതിൽ നിന്നുണ്ടാവുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ ഇൻ യൂസ് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ വാല്യൂ ന്യൂസിൽ നോക്കണം. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഏതൊക്കെയാവാം? പീരിയോഡിക് ക്യാഷ് ഫ്ലോസ് ആവാം. രണ്ട്, ഡിസ്പോസ് ചെയ്യുമ്പോൾ അസറ്റിന്റെ ലൈഫിന് ശേഷം when we dispose of there could be a cash flow. These are two cash flows. ഈ രണ്ട് ക്യാഷ് ഫ്ലോസിനെ എന്ത് ചെയ്യണം? You have to discount using a discount rate. മൂന്ന് ഘടകങ്ങൾ, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, that is regular cash flows, cash flows at the disposal, then ഡിസ്കൗണ്ട് റേറ്റ്. ഈ മൂന്ന് കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വാല്യൂ ഇൻ യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെറ്റ് സെല്ലിംഗ് പ്രൈസ്, there could be scenarios when we are not able to find out what is the net selling price of the asset. നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്ന ഓർത്തോണം, ഡിസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ നെറ്റ് സെല്ലിംഗ്. അപ്പം ക്യാഷ് അതിന് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ് നെറ്റ് ആയതുകൊണ്ട്. If there is any expenses incurred in selling of the asset, that should be deducted from the revenue. Revenue-ൽ നിന്നും നമുക്ക് റവന്യൂവിൽ നിന്നും അതിനുവേണ്ടി സെയിലിന് വേണ്ടി ചെലവാകുന്ന കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. So that is with relation to net selling price. ചില സിറ്റുവേഷനിൽ we cannot find out net selling price. In such situations നമ്മൾ എന്താ ചെയ്യുക, റിക്കവറബിൾ വാല്യൂവിന്റെ അടുത്ത വശം എന്ന് പറഞ്ഞാൽ നെറ്റ് സെല്ലിംഗ് പ്രൈസ് അല്ലാതെ ഉള്ളതെന്ന് പറയുന്നത് വാല്യൂ ഇൻ യൂസ് ആണ്. അപ്പൊ വാല്യൂ ഇൻ യൂസ് വിൽ ബി യുവർ റിക്കവറബിൾ വാല്യൂ. അല്ലാത്ത പക്ഷം കാണാൻ വകുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ there could be different possible scenarios. One, there is a binding agreement between the two parties. The buyer and the seller has reached an agreement. That agreement gives you a specific price. If that is a scenario, ആ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് ആയിരിക്കും NSP ആയിട്ട് എടുക്കുക. Now, if there is no binding agreement ഇല്ല, അപ്പൊ നമുക്കൊരു ഓൾറെഡി നോൺ പ്രൈസ് ഇല്ല, then you look at whether it is a actively traded asset. ഈ അസറ്റ് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു അസറ്റ് ആണെങ്കിൽ എന്തായിരുന്നോ ബിഡ് പ്രൈസ്, ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എന്തായിരുന്നോ, ദാറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് ദ NSP. ചിലപ്പോൾ അതും ഉണ്ടാവില്ല, actively traded ആയിരിക്കണം എന്നില്ല. In that case, you look at whether it has been traded in the immediate past. Immediate past ട്രേഡ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ഏതാണോ, that should become the base of the NSP. അതായിരിക്കണം അടിസ്ഥാനം. എപ്പോഴും ഓർത്ത് അതിൻ്റെ പ്രത്യേകം സ്റ്റാൻഡേർഡിൽ വളരെ ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. It should only be the base, it should not be the final NSP. 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു റേറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതേ റേറ്റ് ആണ് NSP എന്നല്ല സ്റ്റാൻഡേർഡ് പറയുന്നത്. സ്റ്റാൻഡേർഡ് സേസ് whatever was the price 2 months prior to this date,
or the last transaction date, that price should become the base. അതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ മാർക്കറ്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, പ്രൈസ് കൂട്ടണം. മാർക്കറ്റിൽ ഡൗൺവേർഡ് ആണെങ്കിൽ it should be reduced. That kind of an adjustment has to be made. So standard says it should only be the base. ഇനി അതും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്തില്ല? എഗ്രിമെന്റ് ഇല്ല, ആക്റ്റീവ്ലി ട്രേഡഡ് അല്ല, ഇതിനു മുമ്പ് ട്രേഡിംഗ് നടന്നതിന്റെ ഒരു രേഖയും ഇല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ, ഇഫ് ദർ ഇസ് നോ ഓപ്ഷൻ ടു ഫിക്സ് നോ ദ NSP പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമായി. അങ്ങനെയാണെങ്കിൽ ഏതെടുക്കണം? വാല്യൂ ഇൻ യൂസ് എടുക്കണം. ഇത്രയും കാര്യങ്ങളായിരുന്നു. Then we talked about the 3 asset categories, 3 or not 4 actually. One is impairment loss calculation in the case of individual asset. 2 is impairment loss calculation of cash generating units, CGU. CGU basically means combination of assets, group of assets. Individual asset alla, it is a group of asset. അങ്ങനെയുള്ള ആസ്പെക്റ്റിലാണ് രണ്ടാമത്. 3 when it is talking of goodwill. 4 it is talking of corporate asset. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻസ് ഒക്കെ നോട്ടിൽ വഴിയും ഷെയർ ചെയ്തിരുന്നു, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. Now let's look into the problem side of it. Okay. First illustration, it talks of, എല്ലാവരും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. റിപ്പീറ്റ്. ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് ക്യൂവിൽ വന്ന് കിടപ്പുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ആഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. സോ ഐ മൈറ്റ് നോട്ട് നോ വെദർ ദേ ആർ ട്രൈങ് ടു ലോഗിൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് അയക്കുക. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ. എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം വിഷ്ണു എന്നോട് ചോദിച്ചിരുന്നു, ഫിക്സ്ഡ് അസറ്റ് ആണോ സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നത് അതോ PPE ആണോന്ന്. PPE ആണ് നമുക്കിപ്പോൾ റെലവെന്റ് ആയിട്ടുള്ളത്, പ്ലാൻ പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. അപ്പോൾ എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ ഫിക്സ്ഡ് അസറ്റ് PPE 4 years ago. 4 വർഷം മുന്നെയാണ് അസറ്റ് വാങ്ങിയിരിക്കുന്നത്. കോസ്റ്റിംഗ് 1.5 crores or 150 lakhs. Okay. And depreciates it at 10% per annum. ഞാൻ ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് സ്വന്തം സ്ക്രീനിലേക്ക് യൂസ് ചെയ്യാം, പിൻ ചെയ്താൽ മതി. And it depreciates at 10% per annum on straight line method. അസറ്റിന്റെ വാല്യൂ 150 ലക്ഷം. Per annum depreciation is 10%, which means per annum what is the depreciation? Straight line ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1.5ന്റെ 10% വെച്ച് നമുക്ക് 15 lakhs ആയിരിക്കും per annum depreciation. At the end of the 4th year, it has revalued the asset at rupees 75 lakhs. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് വാസ് 150 lakhs. നിങ്ങൾ നോട്ട് ഉണ്ടെങ്കിൽ യു നോട്ട് ഡൗൺ ഓൾ ദീസ് വാല്യൂസ്. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ അസറ്റ് ഇസ് 150 lakhs. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ പെർ ആനം എങ്ങനെ വരും? 1 crore 50 lakhs into 10% എന്ന് പറയുന്നത് 15 lakhs വരും. ദാറ്റ് ഈസ് യുവർ ഡിപ്രീസിയേഷൻ പെർ ആനം. We are talking of at the end of the 4th year. 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ 1 വർഷം 15 ലക്ഷം വെച്ച് 4 വർഷം 60 ലക്ഷം രൂപയായിരിക്കും നിങ്ങളുടെ ഡിപ്രീസിയേഷൻ വാല്യൂ. 1.5 കോടിയിൽ നിന്നും 60 ലക്ഷം പോയാൽ you should be having a book value of or carrying cost of the asset should be 90 lakhs. Right? പക്ഷേ 4th year എൻഡിൽ റീവാല്യൂ ചെയ്തു. റീവാല്യൂ ചെയ്തപ്പോൾ എത്രയായിട്ട് കുറച്ചു എന്നാണ് പറയുന്നത്? Has revalued the asset at rupees 75 lakhs. So 90 lakhs ഉള്ളിടത്താണ് എത്രയായിട്ട് കുറഞ്ഞത്? 75 ആയിട്ട് കുറഞ്ഞത്. So that means there is a loss on revaluation. എത്ര വരും? 90 minus 70, 15 lakhs വരും. Is it clear with everyone? Question ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഒരാളെ പറഞ്ഞുള്ളൂ. Right. So 150 is the cost price. Depreciation per annum is 15 lakhs. 4 years depreciation would be 60 lakhs. ഇതൊക്കെ നോട്ട് ചെയ്തോണം. So book value or carrying value of the asset after 4 years should be 150 minus 60, 90 lakhs ആയിരിക്കണം. And that on that date we are doing a revaluation. And on revaluation the asset is valued at 75 lakhs, which means there is a loss in value on revaluation. ഓക്കെ, ആ ലോസ് എന്ന് പറയുന്നത് 15 ലക്ഷമാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ.
However, on the date of revaluation, the market price is 67.5 lakhs and the expected disposal cost are rupees 3 lakhs. വീണ്ടും നമുക്ക് പുതിയൊരു കണ്ടീഷൻ കൂടെ പറയാണ്. എന്താണ് പറയുന്നത്? On the date of revaluation, നമ്മുടെ ബുക്ക് വാല്യൂ എത്രയാണ്? ബുക്ക് വാല്യൂ is 75 lakhs. Correct? റീവാലുവേഷന് ശേഷം 75 ലക്ഷം ഉണ്ട്. പക്ഷേ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അതായത് ഏതിൽ വരുന്നതാ? റിക്കവറബിൾ വാല്യൂവിൽ വരുന്നതാണ്. രാവിലെ ഉള്ളതെല്ലാം കൂടെ വലിച്ചു കയറ്റിയതില്ല, ഇടയ്ക്കിടയ്ക്ക് സൗണ്ടിൽ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, 75 ലാക്സ് ബുക്ക് വാല്യൂല്, മാർക്കറ്റിൽ എത്രയേ ഉള്ളൂ? 67 ലക്ഷമേ ഉള്ളൂ. ആ 67 ലക്ഷം രൂപ വില കിട്ടണമെങ്കിൽ വി നീഡ് ടു സ്പെൻഡ് അനദർ 3 lakhs ഫോർ ഡിസ്പോസിങ്. അസറ്റ് വിൽക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കോസ്റ്റ് എത്രയുണ്ടെന്ന് പറയുന്നത്? എക്സ്പെക്ടഡ് ഡിസ്പോസൽ കോസ്റ്റ് ആർ rupees 3 lakhs എന്ന് പറഞ്ഞു. അപ്പൊ 67 ലക്ഷം രൂപ നമുക്ക് കിട്ടിയാലും 3 ലക്ഷം രൂപ അത് കിട്ടാൻ വേണ്ടി ചെലവുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏതിന്റെ കാൽക്കുലേഷനാണ് നമ്മളെ സഹായിക്കുക? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടേ ചാറ്റ് ബോക്സിൽ. വെരി ഗുഡ്. നെറ്റ് സെല്ലിംഗ് പ്രൈസിലാണ് അല്ലെ? നെറ്റ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ റിക്കവറബിൾ വാല്യൂല് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. വാല്യൂ ഇൻ യൂസ് ഓർ NSP. NSP എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ്, ഡിസ്പോസൽ കിട്ടുന്ന വില, പ്രൈസ് ഫ്രം ഡിസ്പോസൽ മൈനസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്പോസിംഗ് ആണ് നമുക്ക് NSP ആയിട്ട് എടുക്കാവുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 67 മൈനസ് 3 നമുക്ക് എത്രയേ കിട്ടുള്ളൂ? 64 ലക്ഷം രൂപയെ നമുക്ക് നെറ്റ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കിട്ടുള്ളൂ. വാല്യൂ ഇൻ യൂസിനെ കുറിച്ച് നമുക്ക് അവസാനം പറയുന്നുണ്ട്. What will be the treatment in respect of impairment loss on the basis that fair value for revaluation purpose is determined by market value and the value in use is estimated at 60 lakhs. Okay, അപ്പം രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക്, നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട വാല്യൂസ് എല്ലാം നോട്ട് ചെയ്തോളുക. കോസ്റ്റ് ഓഫ് ദ അസറ്റ് 150 lakhs or 1.5 crores. Rate of depreciation 10% per annum. Depreciation amount per annum 150 lakhs into 10%, 15 lakhs. എഴുതിയോ എല്ലാവരും? Value of the asset after revaluation. Value of the asset after revaluation 75 lakhs. Net selling price is equal to 67.5 lakhs minus 3 lakhs is equal to 64.5 lakhs. ഇനി നമുക്ക് ഒന്നുകൂടെ തന്നിട്ടുണ്ട്. വാല്യൂ ഇൻ യൂസ് ഇസ് ഈക്വൽ ടു, വാല്യൂ ഇൻ യൂസ് ഇസ് ഈക്വൽ ടു നേരിട്ട് തന്നിരിക്കുകയാണ്. നമ്മളിവിടെ ഡിസ്കൗണ്ട് ചെയ്യാനോ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കാനോ ഒന്നും മെനക്കെടണ്ട. ഇറ്റ് ഇസ് ഡയറക്ട്ലി ഗിവൺ ടു യു. ദാറ്റ് ഇസ് 60 lakhs. Value in use is equal to 60 lakhs. Clear? ഇത്രയും കാര്യങ്ങളായി. What are we going to find out first? We're first going to find out what is the recoverable value. So recoverable value is equal to higher of എന്തായിരുന്നു പഠിച്ചത്? ആരെങ്കിലും ഒക്കെ ഓഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ട് പറഞ്ഞാലും മതി, ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. വാല്യൂ ഇൻ യൂസ് ഓർ NSP, whichever is higher. കറക്റ്റ്. അപ്പോൾ ഈ കേസിൽ വാല്യൂ ഇൻ യൂസ് തന്നിട്ടുണ്ട് 60 lakhs. NSP നമ്മൾ കണ്ടുപിടിക്കണം. NSP is equal to, ഓൾറെഡി നമ്മൾ പറഞ്ഞു, 67.5 minus 3 lakhs, 64.5. So we are comparing 60 with 64.5, whichever is higher. Higher up എത്ര വന്നു? 64.5 വന്നു. NSP is the recoverable value. ഈ കേസിൽ NSP ആയിരിക്കും റിക്കവറബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്ത് കാണണം? ഇമ്പയർമെന്റ് ലോസ് കാണണം. സോ ഇമ്പയർമെന്റ് ലോസ് ഇസ് ഈക്വൽ ടു carrying value of the asset minus recoverable value. Carrying value of the asset minus recoverable value. Carrying value of the asset എങ്ങനെ? 1 കാണുന്നേ
റീവാല്യൂ ചെയ്തൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് 75 lakhs. 75 lakhs അത് എങ്ങനെ കിട്ടിയെന്ന് അറിയണമല്ലോ. 150 lakhs മൈനസ് ഏതൊക്കെ കുറച്ചു, ഡിപ്രീസിയേഷൻ 10% ഫോർ 4 years. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടി. അതിൽ നിന്നും റീവാലുവേഷൻ ലോസ് കുറയ്ക്കുക. റീവാലുവേഷൻ ലോസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 15 lakhs. ഓക്കെ, ഇത്രയും പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആണോ? Is it clear to everyone? വിഷ്ണുവിന്റെ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നുള്ളൂ, ബാക്കിയുള്ളവരുടെ ആരുടെയും വരുന്നില്ല. വരട്ടെ. യെസ്, ഓക്കെ ഓക്കെ. Now let's look into the solution part mentioned in the book. ഞാൻ സ്ക്രീനിൽ നോക്കുക. ഇതൊക്കെ തിയറി നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? AS 28 impairment of asset if the recoverable amount, അതാണ് ഏത്, higher of net selling price or value in use of an asset is less than its carrying amount, the carrying amount of the asset should be reduced to recoverable amount. അല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ബുക്ക് വാല്യൂ കുറവ്, carrying value കുറവും recoverable value കൂടുതലും ആണെങ്കിൽ there is no question of impairment loss. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണ്? carrying value കൂടുതലും, carrying value എത്രയുണ്ട്? 75 lakhs ഉണ്ട് റീവാലുവേഷൻ കഴിഞ്ഞപ്പോൾ. പക്ഷെ റിക്കവറബിൾ വാല്യൂ എത്രയേ ഉള്ളൂ? 60നും 64ക്കും തമ്മിലായിരുന്നു നമ്മൾ കമ്പയർ ചെയ്തത്. അതിൽ 64 വന്നു. സോ റിക്കവറബിൾ വാല്യൂ ഇസ് ലെസ് ദാൻ യുവർ carrying value. Therefore we have impairment loss. Okay, thus the recoverable amount will be 64.5 lakhs. That is, impairment loss will be calculated as 10.5 lakhs. അതെങ്ങനെ വന്നേ? Impairment loss is equal to carrying value of the asset minus your recoverable value. Okay, അപ്പോൾ carrying value കാണുന്നതിന്റെ there is a calculation at the bottom. Working note ആയിട്ട് പറയുന്നുണ്ട്. Purchase price of the asset was 150 lakhs. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കാണാം സർ. ഉണ്ട്. ഓക്കെ ഓക്കെ. Now purchase price of PP plant equipment ന്റെ 150 lakhs ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. Depreciation for 4 years നമ്മൾ പറഞ്ഞു. For 1 year the depreciation is 10%, which is 15 lakhs. So 15 lakhs into 150, that will give you depreciation for 1 year. We are looking at a scenario after 4th year. Therefore 1 year's depreciation into 4 years. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 60 lakhs എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Okay, then carrying value at the end of the 4th year. നോർമൽ സിറ്റുവേഷനിൽ carrying value എത്രയാണ്? 150 minus 60, 90 lakhs. However, we have a revaluation. Revaluation വന്നപ്പോൾ what has happened? There has been a downward value revaluation ആണ്. വില കുറഞ്ഞിരിക്കുകയാണ്, 75 ലക്ഷമായി. അപ്പോൾ അവിടെ നിന്ന് എന്ത് വന്നു? നമുക്കൊരു 15 lakhs ലോസ് ആയി. ആ ലോസ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ carrying value of the asset after revaluation? That is 75 lakhs. Yeah. Now if that is 75 lakhs, നമ്മുടെ ഈ കാൽക്കുലേഷൻ വീണ്ടും പ്രസക്തിയായി. ഇമ്പയർമെന്റ് ലോസ് കണ്ടുപിടിക്കണം. എന്ന് പറയുന്നത് carrying value 75 lakhs മൈനസ് what was the recoverable value was 64.5 lakhs. ആ കിട്ടുന്ന ഡിഫറൻസ് ആണ് നമ്മുടെ ഇമ്പയർമെന്റ് ലോസ് ആയ 10.5 lakhs എന്ന് പറയും. ഓക്കെ, ഇമ്പയർമെന്റ് ലോസ് നമ്മൾ എന്താ ചെയ്യുക? പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ പലത് പഠിച്ചിട്ടുണ്ട്. ഇമ്പയർമെന്റ് ലോസ് ഇഫ് ദർ ഇസ് നോ റീവാലുവേഷൻ റിസർവ്, റീവാലുവേഷൻ റിസർവ് ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യണം? P&L-ലേക്ക്. സപ്പോസ് ദർ വാസ് എ റീവാലുവേഷൻ റിസർവ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ആ റീവാലുവേഷൻ റിസർവിൽ നിന്ന് വേണമായിരുന്നു നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ? ഇമ്പയർമെന്റ് ലോസ് കുറയ്ക്കാനായിട്ട്. ഇവിടെ അത് നടക്കില്ല. ഇവിടെ നടക്കാത്തതിനുള്ള കാരണം എന്താണ്? ദർ ഇസ് റീവാലുവേഷനിൽ തന്നെ നമുക്ക് എന്തായിരുന്നു? ലോസ് ആയിരുന്നു. അപ്പൊ അവിടെ ഒരു റിസർവ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഉണ്ടാവുന്ന ഇമ്പയർമെന്റ് ലോസ് എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം? ഇമ്പയർമെന്റ് ലോസ് should be recognized as an expense in the statement of P&L immediately, since there was downward revaluation of asset which was already charged to statement of P&L. അപ്പോൾ റീവാലുവേഷൻ താഴോട്ടായതുകൊണ്ട് ഈ നഷ്ടവും എങ്ങോട്ട് തന്നെ, ഈ ഇമ്പയർമെന്റ് ലോസും എന്ത് ചെയ്യണം? P&L-ലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. യു കനോട്ട് ചാർജ് ഇറ്റ് ടു ദ റിസർവ് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട്. Is this clear to everyone? എല്ലാവരും ഓക്കെ ആണോ?
ഗിവ് മി എ വോയിസ് ഓർ ചാറ്റിൽ ഒരു മെസ്സേജോ വോയിസോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓക്കെ ആണോന്ന്. Okay, let me take an attendance parallelly. ഇതെല്ലാം പഴയ ഡേറ്റിൽ തന്നെയാണല്ലോ വരുന്നത്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ, അഞ്ജന സൂചിപ്പിച്ചതുപോലെ. എല്ലാവരും അതൊന്നും ചെയ്യുക കേട്ടോ. ഇനി അറ്റൻഡൻസിന്റെ ഒന്ന് ആ സമയത്തേക്ക് നോക്കട്ടെ. ആ പ്രോബ്ലം എല്ലാവരും ചെയ്യുക. എല്ലാവരും ചെയ്തു കഴിഞ്ഞോ അത്? എന്താണോ അത്, അറ്റൻഡൻസിന് എന്തോ ശരിയാവുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് അതിൽ സമയം കളയണ്ട. ലെറ്റ്സ് മൂവ് ഓൺ. എന്തായാലും ഇത് വീഡിയോ റെക്കോർഡഡ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. I'll just click on this people and അതൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതെല്ലാം റെക്കോർഡായല്ലോ. ഓക്കെ, ആർ യു ഓൾ ദേർ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രോബ്ലം ചെയ്തു കഴിഞ്ഞോ? വർക്ക്ഔട്ട് ചെയ്തോ? ഓക്കെ ഓക്കെ, ഫൈൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2.
Okay, illustration number 2. Hope it is clear to everyone. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Let's look at Ganesh Limited acquired a machine on 1st April 2012 for 18 crores, which had an estimated useful life of 9 years. Okay, our cost എടുത്ത് എഴുതാം. ഇപ്പൊ തന്നെ എഴുതി പോവുക. We'll do parallelly. Cost of the asset is 18 lakhs. Sorry, 18 crores. The date is 1st April 2012. 1st April 2012, when a value of the asset is 18 crores, which had an estimated useful life of 9 years. So, 9 വർഷമാണ് അതിന്റെ ലൈഫ് എന്ന് പറയുന്നത്. Which means every year depreciation എത്ര വരണം? The company follows straight line method for depreciating its assets എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര വരും? ഓക്കെ, ബാക്കി ആരെങ്കിലും ഒക്കെ പറഞ്ഞേ, വോയിസിൽ ഇട്ടാൽ മതി. ഇത് മെസ്സേജ് ഇട്ട് കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടോ എന്നൊക്കെ എനിക്ക് അറിയാൻ കൂടെ വേണ്ടേ. സച്ചിൻ എത്ര വരും ഇടാ? സച്ചിൻ അവിടെ ഉണ്ടോ? നീ പറ, എത്ര വരും? 9 വർഷത്തേക്കാകുമ്പോ 18 crores by 9 years എടുത്തു കഴിഞ്ഞാൽ per year depreciation ആയി, which is 2 crores a year. ഒരു വർഷം 2 കോടി വെച്ച് വരും. Okay. Now the company follows straight line. അത് പറഞ്ഞു. It was estimated that this machine would have zero residual value. അവിടെ residual value എത്ര ആയിരിക്കും? 0 ആയിരിക്കും. Okay, which means നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യാൻ. ഇപ്പൊ അവിടെ റെസിഡ്യുവൽ വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഡിപ്രീസിയേഷനിൽ റെസിഡ്യുവൽ വാല്യൂ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കാണേണ്ടതെന്ന് അറിയാം. കോസ്റ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിപ്രീസിയേഷൻ പെർ ഇയർ. In this case it is 0, so that is why 18 by 2 itself will, sorry, 18 by 9 itself will give you the depreciation amount. On 1st April 2017, അപ്പോൾ ഓർക്കണം സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1st April 2012 ആയിരുന്നു. Now we are on 1st April 2017 എന്ന് പറയുമ്പോൾ 13, 14, 15, 16, 17, 5 വർഷം. Okay, after 5 years the carrying value of the machine was reassessed at 12.4 crores. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? റീവാലുവേഷൻ നടന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ്. 5 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യു നീഡ് ടു ഐഡന്റിഫൈ വാട്ട് ഷുഡ് ഹാവ് ബീൻ ദ ബുക്ക് വാല്യൂ. എത്ര ആകണമായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. 18 ലക്ഷത്തിൽ നിന്നും 5 വർഷത്തേക്ക് 2 കോടി രൂപ വെച്ച് ഡിപ്രീസിയേഷൻ പോയാൽ പിന്നെ എത്ര വരണം എന്നാലോചിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. 18 crores ആയിരുന്നു വാല്യൂ. 18 crores per year 2 crores depreciation. Now we are on 1st April 2017, which means 5 years of working has completed. So what should have been the book value on 1st April 2017? അതാണ് ചോദ്യം. 1st April 2017 ദിവ്യ ബാബു പറഞ്ഞേ. ദിവ്യ, ഓ കറക്റ്റ്, ദിവ്യ തന്നെയാണല്ലോ ആൻസർ ചെയ്ത്. ഓക്കെ, സോ 5 വർഷത്തേക്ക് 2 കോടി വെച്ച് 10 കോടി ഡിപ്രീസിയേഷൻ. അത് കഴിഞ്ഞാൽ ബാക്കി 8 കോടി വരണമായിരുന്നു അല്ലേ? Now what is the value? അന്ന് പറയുന്ന എത്രയാ? 12.5 crores ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഈ 12.5 crores വരികയാണ്. 8 കോടി വരേണ്ടടുത്താണ് റീ അസസ്മെന്റ് അല്ലെങ്കിൽ റീവാലുവേഷൻ നടന്നപ്പോ എത്ര വന്നത്? 12.4 വന്നത്. റീവാലുവേഷൻ ഗെയിൻ ആണോ ലോസ് ആണോ? revaluation gain ആണ് അല്ലേ? So the gain arising out of the revaluation is credited to revaluation reserve. അപ്പൊ ഇവിടെ എന്തുണ്ടെന്ന് ഓർക്കണം? revaluation reserve വരും. എത്ര വരും revaluation reserveല്? That is 12.4 crores-ല് യഥാർത്ഥത്തിൽ എത്രയേ വരാവുള്ളായിരുന്നു? 8 കോടിയെ വരാവുള്ളായിരുന്നു. അതാണ് 12.4 ആയത്. അപ്പൊ എത്ര വരും റിവാലുവേഷൻ ഗെയിൻ അക്കൗണ്ടില് അല്ല റിവാലുവേഷൻ റിസർവ് അക്കൗണ്ടില്? 4.5 വരുമോ 4.4 വരുമോ അശ്വതി? 4.4 crores വരും. ഓക്കെ, ദാറ്റ് വിൽ ബി ദേർ ഇൻ റിവാലുവേഷൻ റിസർവ്. ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കാം റിവാലുവേഷൻ റിസർവ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. We can adjust the revaluation reserve അല്ലെങ്കിൽ we can adjust the impairment loss from revaluation reserve.
എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആദ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, P&L-ലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. മനസ്സിലായോ? വെൻ യു ഹാവ് എ റീവാലുവേഷൻ റിസർവ്, ഇമ്പയർമെന്റ് ലോസ് എന്ന് പറയുന്നത് അസറ്റിന്റെ വാല്യൂയിൽ ഉണ്ടായ ഡിക്ലൈൻ ആണ്. അസറ്റിന്റെ വാല്യൂയിലുള്ള ഇൻക്രീസ് ആണ് റീവാലുവേഷൻ റിസർവ്. അപ്പൊ അസറ്റിന്റെ വാല്യൂയിൽ ഉണ്ടാവുന്ന ഡിക്രീസ് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാം? റീവാലുവേഷൻ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, തിയറി പറഞ്ഞപ്പോൾ മുഴുവൻ വാല്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള നമ്മൾ കാൽക്കുലേഷൻ സഹിതം നമ്മളൊരു എക്സാമ്പിളിലൂടെ പഠിച്ചതാണ്. ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ അതിലോട്ട് വീണ്ടും തിരിച്ചു പോകണം, പോയി ചെക്ക് ചെയ്യണം കേട്ടോ. Okay. Now, during the year 2018-19, due to change in market conditions, the recoverable amount ascertained to be only 260 lakh as on 31st March 2019. 2019 മാർച്ച് ആയപ്പോ എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടെ കഴിഞ്ഞപ്പോ വീണ്ടും റീഅസസ്മെന്റ് നടത്തി. എന്നിട്ട് നമുക്ക് മനസ്സിലായി റിക്കവറബിൾ വാല്യൂ എത്രയുള്ളെന്ന് പറഞ്ഞാൽ 260 lakhs എന്ന് പറഞ്ഞാൽ 2.6 crores ഉള്ളൂ. മനസ്സിലായോ? So Ganesh Limited had followed the policy of writing down the revaluation gain by the increased charge of depreciation resulting from revaluation. അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി ക്വസ്റ്റ്യൻ ഒന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. We were supposed to have 8 crore rupees after 5 years. പക്ഷേ നമ്മൾ അത് എത്രയായിട്ട് റീവാല്യൂ ചെയ്തു? 12.4 crores ആയിട്ട് റീവാല്യൂ ചെയ്തു. Now, what is the depreciation going to be thereafter? അതിനുശേഷം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെയും വർഷം 2 കോടി ആയിരിക്കുമോ അതോ 10% ഓഫ് ദ റീവാല്യൂഡ് ഫിഗർ ആയിരിക്കുമോ? ഏതായിരിക്കും? നമ്മളത് തിയറി പറഞ്ഞതാണ്. ചോദ്യം മനസ്സിലായോ? After 5 years, our value of the asset, book value of the asset should have been 8 crores. എന്ന് പറഞ്ഞാൽ 18-ൽ നിന്നും 2 കോടി വെച്ച് 5 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ 10 കോടി കുറച്ചാൽ ബാലൻസ് ഇസ് 8 crores. ആ 8 crores ബുക്ക് വാല്യൂ ഉണ്ടാകേണ്ട സമയത്ത് നമ്മൾ എത്രയായിട്ട് റീവാല്യൂ ചെയ്തു? 12.4 crores ആയിട്ട് റീവാല്യൂ ചെയ്തു. That is on 1st April 2017. Now my question is, when you calculate depreciation on 1st April 2018 അല്ലെങ്കിൽ 31st March 2018 ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 കോടിക്കായിരിക്കുമോ നിങ്ങൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക അതോ 12.4 crores ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? അതാണ് ചോദ്യം. എല്ലാവരും ഉണ്ടോ അവിടെ? അനക്കേ ഇല്ല, ഒരു മറുപടിയും കിട്ടുന്നില്ല. ഹലോ, വെരി ഗുഡ്. എത്രയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? 12.4 ആയിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ബിക്കോസ് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ അസറ്റ് ഓൺ ദാറ്റ് ഡേ. Uh, 12.4 crores-നായിരിക്കണം. ഐ എം സോറി ഫോർ ദാറ്റ്. ഇടയ്ക്ക് ഇവിടെ ഒരു മോൻ ഇവിടെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ്. 12.4 crores-നായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗണേഷ് ലിമിറ്റഡ് had followed the policy of writing down the revaluation gain by increased charge of depreciation resulting from revaluation എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻക്രീസ്ഡ് ഡിപ്രീസിയേഷൻ എത്രയാണോ അത് നമ്മൾ എവിടെ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്? റീവാലുവേഷൻ ഗെയിനിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്റെ കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. You are required to calculate the loss on impairment of the machine and show the amount to be debited to P&L for the year ended 31st March 2019 as per AS 28. Okay, സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ദ മെഷീൻ എത്രയാണ്? 18 crores. ഡിപ്രീസിയേഷൻ ഫോർ 5 years എന്ന് പറയുമ്പോൾ 18/9 which will give you 2 crores a year into 5 എടുക്കുമ്പോൾ you will get 10 crores. So balance should have been only 8 crores അവിടെ വാല്യൂ ഉണ്ടാകാൻ പാടുള്ളായിരുന്നു. പക്ഷേ അപ്വേർഡ് റീവാലുവേഷൻ നടന്ന് 12.40 12.40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ അസറ്റ് 4.4 crores. അതാണ് ഇവിടെ 4.4 plus 8
12.4 crores എന്നുള്ളത് ഇട്ടിരിക്കുന്നത്. പിന്നീടുള്ള 2 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ വർഷമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 31st March 2018 31st March 2019 കാൽക്കുലേഷൻ വരും. അതിനെടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് റിമൈനിങ് ലൈഫ് ഓഫ് ദ ആസെറ്റ് മൊത്തം 9 വർഷമായിരുന്നു, അതിൽ 5 വർഷം ഓൾറെഡി കഴിഞ്ഞു. പിന്നീടുള്ള 4 വർഷമാണ്. 12.4 crores divided by 4 years will give you depreciation for 1 year. We have not completed all the 4 years, so whatever is a completed year, 2 years complete ചെയ്തു. So 12.4 divided by 4 എന്ന് പറയുമ്പോൾ 3.1 വരും. 3.1 crores into 2 എന്ന് പറയുന്നത് 6.2 crores വരും. Is it clear with everyone? ഒന്നുകൂടെ പറയണോ? എല്ലാവർക്കും മനസ്സിലായോ? ആളെനക്കോ ഇല്ലല്ലോ. ഫാത്തിമ കേട്ടിരുന്നോ? ഫാത്തിമ, ഭവ്യക്ക് ഭയങ്കര നെറ്റ്വർക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. എന്തോ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ല ആരും. കുറെ നേരം എനിക്ക് സൗണ്ടേ ഇല്ലായിരുന്നു സാർ. പിന്നെയും കണക്ട് ചെയ്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ സാർ. ഒരു എമൗണ്ട് പറഞ്ഞ അടുത്ത എമൗണ്ട് എനിക്ക് ക്ലിയർ ആവത്തില്ല. ബാക്കി എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടോ? ഇല്ല സാറേ, ഞാൻ കേട്ടു, എനിക്ക് ഇഷ്യൂ ഇല്ലായിരുന്നു സാർ. ഞാൻ പകുതിയേ കേട്ടുള്ളൂ. ആരായി പകുതി കേട്ട ആള്? ദിവ്യ. ദിവ്യയുടെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരുന്നല്ലോ. ആ സാർ, ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ കേട്ടു, ചിലതൊന്നും കേട്ടില്ല. ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. ശരി ശരി. അഞ്ജന, സെയിം തന്നെ ഇവിടെയും ഇഷ്യൂ ആയ സാർ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പം ഒരിടയ്ക്ക് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ലാസ്റ്റ് ഒക്കെ പറഞ്ഞത് പിന്നെയും കേട്ടിട്ടുണ്ട്. വീട്ടിലെ നെറ്റ് പ്രശ്നമേ ഇല്ലാത്ത എത്ര പേരുണ്ട്? അവർക്ക് ക്ലിയർ ആയോ എന്ന് നോക്കാം. ബാക്കിയുള്ളവരുടെ നെറ്റ് പ്രശ്നമാണെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊന്ന് കേൾക്കുക എന്നുള്ളൊരു ഓപ്ഷനേ നമുക്കിനി ഉള്ളൂ. സച്ചിൻ കേട്ടോടാ? സൂര്യ? എനിക്ക് കേൾക്കാം സാറേ, ഞാൻ വൈഫൈയില് കണക്ട് ചെയ്തേക്കുന്നത്, കുഴപ്പമില്ല. ശരി ശരി. സൂര്യ? എനിക്കും കുഴപ്പമില്ല സാർ, എനിക്ക് കേൾക്കാം. കാവ്യ? സാർ ഇടയ്ക്ക് സൈലന്റ് ആയിരുന്നു, പിന്നെ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു സാർ. ഓക്കെ ഓക്കെ. അപ്പൊ ആ എക്സ്പ്ലനേഷൻ അത് കേട്ടവർക്ക് മനസ്സിലായി എന്നുള്ളൊരു, അല്ലാത്തവര് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലൊന്നുകൂടെ ഒന്ന് കേൾക്കുക. പിന്നെയും സംശയം വരികയാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതർവൈസ് വിൽ നോട്ട് ബി ഏബിൾ ടു മൂവ് ഓൺ. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ എൻ്റെ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡിപ്രീസിയേഷൻ ഫോർ ദ റിമൈനിങ് 2 years, വാല്യൂ ആസ് ഓൺ 1st April 2017 എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. 12.4 crores ആയിരുന്നു അസറ്റിന്റെ വാല്യൂ. പിന്നീട് 2 വർഷത്തെ നമ്മൾ ഇന്നത്തെ അവസാനം ക്ലോസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന വർഷം എന്ന് പറയുന്നത് 31st March 2019 ആണ്, അല്ലെങ്കിൽ 1st April 2019 ആണ്. സോ 1st April 2017 മുതൽ 1st April 2019 വരെ 2 ഡിപ്രീസിയേഷൻ വരും. 2 വർഷത്തെ ഡിപ്രീസിയേഷൻ വരും. സാർ, എന്തോ സാർ പാർവതി വന്നിട്ടുണ്ട്, ഒന്ന് അക്സെപ്റ്റ് ചെയ്യോ? ഓ ശരി ശരി ശരി, ഒരു മിനിറ്റ്. ആര്യം കൂടെ ഉണ്ട് സാർ. ആര്യ അവിടെ ഒന്ന് റിക്വസ്റ്റ് വന്നിട്ടില്ലല്ലോ. ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാൻ പറയൂ. ആര്യയോട് ഒന്നുകൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറയൂ. ഇല്ല സാർ, അത് പാർവതിയാ. ശരി ശരി. പാർവതി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പാർവതി കയറിയല്ലോ, കേൾക്കാമോ പാർവതി? പാർവതി? പാർവതി പോയാ? പാർവതി കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഞാൻ അറിഞ്ഞില്ല ക്ലാസ് ഉണ്ടെന്ന്. ചുമ്മാ എപ്പോഴും രാവിലെ എഴുന്നേറ്റ ഉടനെ വാട്സപ്പ് ഒക്കെ നോക്കണ്ടേ പാർവതി? എന്തുവാ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ശരി ശരി, എന്നാ ഓക്കെ. അപ്പോ ലെറ്റ്സ് കം ബാക്ക്. ഈ പ്രോബ്ലത്തില് ഡിപ്രീസിയേഷൻ ഫോർ
2 years കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആ അടിസ്ഥാനത്തിലാണ് 12.4 crores. റിമൈനിങ് ലൈഫ് എന്ന് പറയുന്നത് മൊത്തത്തിൽ 9 വർഷത്തിൽ 5 വർഷത്തെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. പിന്നീടുള്ളത് 4 വർഷം, അങ്ങനെയാണ് 9 വർഷം. അപ്പൊ ഈ 4 വർഷത്തേക്കുള്ള വാല്യൂ ആണ് 12.4 crores. So divided by 4 years will give you 1 year's depreciation, into 2 years will give you the depreciation for 2017, 18 and 18, 19. That comes to 6.2 crores. അപ്പം 1240 നിന്ന് 620 പോയാൽ വീണ്ടും ഒരു 620 വരും. Okay. Now we are supposed to calculate the impairment loss ആണ്. ഇമ്പയർമെന്റ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് റിക്കവറബിൾ വാല്യൂ എന്താണെന്ന് അറിയണം. റിക്കവറബിൾ വാല്യൂ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു റിക്കവറബിൾ വാല്യൂ? 2.6 crores. റിക്കവറബിൾ എമൗണ്ട് അസർടൈൻഡ് ടു ബി ഓൺലി, കണ്ടോ എല്ലാവരും? 1819 due to the change in market conditions, the recoverable amount ascertained to be only 260 lakhs, that is 2.6 crores. 2.6 crores ഉള്ളായിരുന്നു. അതാണ് നമ്മളപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. റിക്കവറബിൾ എമൗണ്ട് 2.6 lakhs. ക്യാരിയിങ് എമൗണ്ട് മൈനസ് റിക്കവറബിൾ എമൗണ്ട് എന്ത് കിട്ടും? ഇമ്പയർമെന്റ് ലോസ് കിട്ടും. അങ്ങനെയാണ് ഇമ്പയർമെന്റ് ലോസ് എത്ര വന്നത്? 3.6 crores ലോസ് ആണ്. Okay, I'll repeat from here. Carrying amount of the machine on 1st April 1240. അത് കഴിഞ്ഞുള്ള 2 വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടത് 1240/4 × 2 6.2 വന്നു. അങ്ങനെയാകുമ്പോൾ 1st April 2019 അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് 12.4 മൈനസ് 6.2, അത് 6.2 തന്നെ വരും. ഇനി ക്യാരിയിങ് വാല്യൂ ആയി ഇമ്പയർമെന്റ് ലോസ് കാണണമെങ്കിൽ ക്യാരിയിങ് വാല്യൂ മൈനസ് റിക്കവറബിൾ എമൗണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാരിയിങ് വാല്യൂ 6.2, റിക്കവറബിൾ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 260 lakhs എന്ന് പറയുന്നു. അതാണ് ഇവിടെ കുറച്ചിരിക്കുന്നത് 2.6 crores. ഇവിടെ എല്ലാം ക്രോസിലായതുകൊണ്ടാണ് അവിടുത്തെ ലാക്സിന് ഇവിടെ പോയിന്റ് ഇട്ട് വന്നിരിക്കുന്നത്. ഇമ്പയർമെന്റ് ലോസ് അപ്പോൾ എത്ര വന്നു? 3.60 വന്നു. ഓക്കെ, ഇനി എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഇമ്പയർമെന്റ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇമ്പയർമെന്റ് ലോസ് 3.6, ബാലൻസ് ഇൻ റീവാലുവേഷൻ റിസർവ് അക്കൗണ്ട് എത്രയാണെന്ന് നോക്കണം. ശരിയല്ലേ? അതിന് നമുക്ക് ഓൾറെഡി എത്രയുണ്ട്? ഇൻക്രീസ് വന്നത് 4.4 ഉണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിൽ 4.40 ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇല്ലെങ്കിൽ വീണ്ടും പുറകോട്ട് വരിക. നമുക്ക് ഈ സ്റ്റേജിൽ, അതായത് 31/3/2017 our value of the asset was 8 lakhs. അതാണ് നമ്മൾ റീവാല്യൂ ചെയ്തപ്പോൾ എത്രയായത്? 1240 ആയത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 4.4 റീവാലുവേഷൻ റിസർവിൽ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോറി, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4.4. ക്ലിയർ ആണോ? 12.4 മൈനസ് 8 crores, ദാറ്റ് കംസ് ടു 4.4 crores. അതായിരുന്നു റീവാലുവേഷൻ റിസർവിൽ ഓൾറെഡി ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ നോക്കിക്കേ, ലാസ്റ്റ് പറഞ്ഞു ഗണേഷ് ലിമിറ്റഡ് followed the policy of writing down the revaluation gain by increased charge of depreciation resulting from revaluation എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് റീവാലുവേഷൻ നടന്നപ്പോൾ 8 കോടിക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ട സ്ഥലത്ത് നമ്മൾ എത്രയ്ക്ക് കണ്ടു തുടങ്ങി? 12.4 കണ്ടു തുടങ്ങി. അങ്ങനെ നമുക്ക് കിട്ടിയ ഡിപ്രീസിയേഷൻ ആണ് ഈ 6.2. ശരിയല്ലേ? ഇതില് യഥാർത്ഥത്തിൽ നോർമൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ എത്രയേ ഉള്ളൂ? 2 വർഷത്തേക്കാണെങ്കിൽ 2 × 2 4 കോടിയെ വരാവൂ. അത് പക്ഷെ 6.2 ആയി. അപ്പോ ഡിപ്രീസിയേഷനിൽ റീവാലുവേഷൻ കൊണ്ടുണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത് 2.2 crores ആണ്. 4 വരേണ്ടടുത്ത് 6.2 ആയി. അപ്പോ ആ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന 2.2. അത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ഗണേഷ് ലിമിറ്റഡിന്റെ പോളിസി? റീവാലുവേഷൻ റിസർവിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ്. സോ 4.4 നിന്നും 2.2 കുറച്ചാൽ മിച്ചം എത്രയേ ഉള്ളൂ? 2.2. ഇതേ ഉള്ളൂ റീവാലുവേഷനിലുള്ള ബാലൻസ് ആസ് പെർ AS28. ഇതിൽ നിന്ന് വേണം നമുക്ക് ഇപ്പോൾ ഉള്ള ഇമ്പയർമെന്റ് ലോസ് കുറയ്ക്കാൻ. ഇമ്പയർമെന്റ് ലോസ് എത്രയാ? 3.6 ആണ്. അത് 2.2 നമുക്കുള്ള റിസർവിൽ നിന്ന് കുറച്ചാൽ മിച്ചമുള്ള 1.4 എവിടെ ചാർജ് ചെയ്യണം? P&L-ലേക്ക് ചാർജ് ചെയ്യണം. ഇത് പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? ആരെങ്കിലും ഒരു മറുപടി ഇട്ടേ.
പറയുകയോ മെസ്സേജ് ഇടുകയോ? സാറേ ആ ആ സാറേ ഇത് മനസ്സിലായി. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഇവരുടെ ഒരു എക്സെപ്ഷണൽ കേസ് ആണ് ഇങ്ങനെ ഡിപ്രീസിയേഷൻ റിവാലുവേഷൻ കൊണ്ടുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ അവിടെ അല്ല അത് AS28 നമ്മൾ പറയുന്നത് AS28 നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ എന്താണ് ഇൻക്രീസ്ഡ് റീവാലുവേഷൻ റിസർവിൽ നിന്ന് തന്നെ ഇൻക്രീസ്ഡ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? മുഴുവനും നമുക്ക് ഇമ്പയർമെന്റ് ലോസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, അതിൽ കുറച്ച് നമ്മള് ഡിപ്രീസിയേഷൻ ഇൻക്രീസ്. അതാണ് അതേ സാധനത്തിന്റെ ഒരു പ്രോബ്ലം ആണ് ഇപ്പൊ ഈ കണ്ടത്. അതെല്ലാത്തിലും ഇത് തന്നെ. ഇപ്പൊ ഗണേഷ് ലിമിറ്റഡിന്റെ പോളിസി ഇതല്ലാന്ന് അങ്ങനെ ഒന്നും പറഞ്ഞില്ലേലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയുള്ളവർക്കോ? അശ്വതി മാത്രമേ ഇട്ടുള്ളൂ. ഒന്നുകൂടെ പറയണോ? ബാക്കിയുള്ള പിള്ളേർ കേൾക്കാത്തതാണോ എന്തോ? ഇനി ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ചോദിക്കൂ, ഇല്ലെങ്കിൽ സംശയമെങ്കിലും ചോദിക്കൂ. 2.20 വന്നില്ല, എമൗണ്ട് ഈക്വൽ ടു അഡീഷണൽ ഡിപ്രീസിയേഷൻ. അതെ, അതെങ്ങനെയാന്ന് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല. ശരി, ഇനി ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ ആദ്യം തൊട്ട് പെട്ടെന്ന് പറയാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്ന വാല്യൂസ് ഞാനൊന്നും എഴുതുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ തുടക്കത്തിലെ വാല്യൂ 18 കോടിയായിരുന്നു. അത് 9 വർഷം ഉപയോഗിക്കാം എന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ 18/9 2 കോടി രൂപയായിരിക്കും ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. അത്രയും മനസ്സിലായിരുന്നോ? ദുർഗ പറയണം കേട്ടോ. മനസ്സിലായി. അത് മനസ്സിലായി. നമ്മൾ ആദ്യം പറഞ്ഞ ഇവിടെ 3 ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് 1 April 2012, 2 1 April 2017, 3 1 April 2019. ഈ 3 ഡേറ്റ് നമ്മൾ ഓർക്കണം. 2012 തൊട്ട് 2017 വരെ റീവാലുവേഷൻ ഒന്നും നടന്നിട്ടില്ല. എത്ര വർഷമുണ്ട്? 2012 1 April തൊട്ട് 13 ആകുമ്പോൾ 1 വർഷം, 14 ആകുമ്പോൾ 2, 15, 16, 17, അങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാല്യൂ ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് റീവാലുവേഷൻ നടക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 1 April 2017. 1 April 2017 ബുക്ക് വാല്യൂ എത്രയാകാവുള്ളൂ? 18 കോടിയിൽ നിന്നും 5 വർഷത്തെ ഡിപ്രീസിയേഷൻ ആയ 5 × 2 10 കോടി കുറച്ചാൽ 8 കോടി ആയിരിക്കണം ബുക്ക് വാല്യൂ. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? റീവാലുവേഷൻ നടത്തി. ഇപ്പൊ റീവാലുവേഷൻ നടത്തിയ സ്ഥിതിക്ക് ഇവിടെ ഇൻക്രീസ് ആ വന്നിരിക്കുന്നത്. എത്ര കണ്ടുകൂടി? 8 കോടി വരേണ്ടടുത്ത് 12 കോടി 40 ലക്ഷം രൂപയായി. അത് മനസ്സിലായോ? അത് മനസ്സിലായി. ശരി, ഇനി അപ്പം അവിടെ ഇൻക്രീസ് ഇൻ വാല്യൂ എത്രയാ? 8 നിന്നും 12.4 എന്ന് പറയുമ്പോൾ 4 കോടി 40 ലക്ഷം രൂപ റീവാലുവേഷൻ റിസർവിലേക്ക് പോയി. അതും മനസ്സിലായോ? മനസ്സിലായി. ശരി, ഇനി അടുത്ത വർഷം ഇപ്പൊ നമ്മൾ 4 കോടി 40 റീവാലുവേഷൻ നടത്തിയ ഡേറ്റ് എന്നാണ്? 2017. സാർ കേൾക്കാവോ? സാറിന് കറണ്ട് പോയി തോന്നുന്നു. ശരിയാ, പറഞ്ഞായിരുന്നല്ലോ.
പോയെന്തോ. എല്ലാവരും ഉണ്ടോ അവിടെ? എനിക്കിവിടെ നെറ്റ് ബ്രേക്ക് ആയതായിരുന്നു. കേൾക്കാമോ ഞാൻ പറയുന്നത്? ഓക്കെ. ഇവിടെ കറണ്ട് പോയി, പെട്ടെന്ന് പോവും പെട്ടെന്ന് വരും. ഞാൻ നാട്ടിലാണ്, കോട്ടയത്താണ്. ഇച്ചിരി റൂറൽ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവും. മിക്കവാറും ഒക്കെ ഉടനെ വരും, അതാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഓക്കെ, ഞാൻ ദുർഗയ്ക്കായിരുന്നു ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. വിൽ കണ്ടിന്യൂ ദാറ്റ്. ദുർഗ പറഞ്ഞതൊക്കെ മനസ്സിലായിരുന്നോ? അപ്പൊ 4.4 കോടി നമുക്ക് എക്സസ് വാല്യൂ വന്നു, ശരിയല്ലേ? അപ്പൊ അതിനുശേഷമുള്ള വർഷങ്ങളിൽ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഓൺ 12.4 crores ഇൻസ്റ്റെഡ് ഓഫ് 8 crores. 8 കോടിക്ക് പകരം നമ്മൾ ഏതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 12.4 crores നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീവാലുവേഷൻ ഉണ്ടായത് കൊണ്ട് നമ്മുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടി. 8 കോടിയേ ഉള്ളായിരുന്നെങ്കിൽ നമ്മൾ 2 വർഷത്തേക്ക് 8 കോടിക്ക് 2 വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4 കോടിയായിരിക്കും വരിക. എന്നാൽ ഇവിടെ നമ്മൾ ഇതെടുത്ത് നോക്കി, ഇവിടെ എത്രയാ വന്നത്? നമ്മുടെ ഡിപ്രീസിയേഷൻ വന്നത് 6.6 അങ്ങനെയല്ലേ വന്നത്? 6.2 ആയിരുന്നു. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ, ഞാൻ പ്രസന്റിങ്ങിലാണോ ഇപ്പം? വെയിറ്റ്, ഓക്കെ. ഡിപ്രീസിയേഷൻ ഫോർ 2 years എന്ന് പറയുന്നത് 12 കോടിയുടെ 20 ഡിവൈഡഡ് ബൈ 4 വർഷം ഇൻറ്റു 2 വർഷം, അത്രേ ഉള്ളായിരുന്നു മിച്ചം. അപ്പൊ അതെന്ന് പറയുന്നത് 6.2 വന്നു. പഴയ വാല്യൂ ആയിരുന്നെങ്കിൽ 4 കോടിയേ വരുള്ളൂ. ഇവിടെ ഇപ്പം പുതിയ വാല്യൂ ആയതുകൊണ്ട് 6.2 crores ആയി. അപ്പൊ അതുകൊണ്ട് റീവാലുവേഷൻ കൊണ്ട് അസറ്റിന്റെ ഡിപ്രീസിയേഷനിൽ ഉണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത് 6.2 മൈനസ് 4 crores ആണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2.6 crores എന്ന് എഴുതിയിട്ടില്ല. റിക്കവറബിൾ എമൗണ്ട് അല്ല. 6.2 മൈനസ് നോർമലി 4 crores ആണെങ്കിൽ ആ വാല്യൂ ആണ് 2.2 crores ആയിട്ട് വരുന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ, മനസ്സിലായി, ക്ലിയർ ആയി. അപ്പൊ അത് ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് ഇൻക്രീസ്, ആ വ്യത്യാസം 2.2 കോടി നമ്മൾ ഓൾറെഡി ഉള്ള റീവാലുവേഷൻ റിസർവ് ആയ 4.4 നിന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ മിച്ചം എത്രയേ ഉള്ളൂ? 2.2 ഉള്ളൂ. അതാണ് റീവാലുവേഷൻ റിസർവിൽ ഉള്ളത്. ഇമ്പയർമെന്റ് ലോസ് വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ആദ്യം ചെയ്യേണ്ടത് എന്താണ്? യു ഹാവ് ടു റെഡ്യൂസ് ഇറ്റ് ഫ്രം യുവർ റീവാലുവേഷൻ റിസർവ്. അത് കഴിഞ്ഞിട്ടുള്ള മിച്ചം എങ്ങോട്ട് വിടേണ്ടുള്ളൂ? P&L പോകേണ്ടതുള്ളൂ. അപ്പോ 2.2 ഓൾറെഡി റിസർവിലുണ്ട്. നമുക്ക് ഇമ്പയർമെന്റ് ലോസ് 3.6 കോടിയാണ്. അത് 2.2 അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെയും മിച്ചം എത്രയുണ്ട്? 1.4 crores ഉണ്ട്. ഈ 1.4 crores ഇറ്റ് ഹാസ് ടു ബി ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ബാക്കിയുള്ളവരൊക്കെ? സൂര്യ, ഓക്കെ, സൂര്യ പറഞ്ഞു. പാർവതി താമസിച്ചു വന്നിട്ട് എന്തെങ്കിലും മനസ്സിലായോ? പാർവതി ഓടിപ്പോയാ? ഇല്ല സാർ, ഞാൻ ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ മനസ്സിലായില്ല. ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചാ. ശരി, ഇതിന്റെ വീഡിയോ ക്ലാസ് റൂമിൽ ഇടാം, അപ്പൊ ഒന്ന് മുഴുവൻ കേൾക്കണേ. ഓക്കെ. ശരി. അപ്പം ഈ 2 പ്രോബ്ലംസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതുപോലെ ഒന്ന് നോക്കുക. ഞാനിപ്പം എനിക്കറിയില്ല ഈ വീഡിയോ മൊത്തത്തിലായിട്ടാണോ ഒറ്റ ഫയലായിട്ടാണോ അതോ 2 ആയിട്ടാണോ എന്ന്. ചിലപ്പോൾ ഒറ്റ ഫയലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഡേറ്റയുടെ പ്രശ്നമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. ഞാൻ ഈ വീഡിയോ ഒന്ന് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട്
വീണ്ടും റെക്കോർഡ് ചെയ്യാം. അപ്പോൾ 2 പ്രോബ്ലം ഒരു വീഡിയോയിൽ ഇപ്പോൾ തന്നെ 1 മണിക്കൂറോളം ആയില്ലേ, ചിലപ്പോൾ അതൊരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ സ്റ്റോപ്പ് ദിസ് ഹിയർ. നമുക്ക് വീണ്ടും ആരും ലോഗൗട്ട് ഒന്നും ആവണ്ട, ഇതിൽ സ്റ്റാർട്ട് അഗെയിൻ. ഓക്കെ.